Hi friends, Assalamu alaikum. Welcome back to Thaslees kitchen. എല്ലാവർക്കും ഓണാശംസകൾ. ഇന്ന് ഞാൻ ഒരു ബജറ്റ് ഓണസദ്യ ആയിട്ടാണ് വന്നത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് അടിപൊളിയായിട്ട് നമുക്കൊരു ഓണസദ്യ റെഡിയാക്കാം. നമുക്ക് നോക്കാം ഓണസദ്യ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന്. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അതുപോലെ ഈ സബ്സ്ക്രൈബ് ചെയ്യുന്ന അടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം. അതുകൂടി ഇനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ. ഓണസദ്യയ്ക്ക് വേണ്ടി റെഡിയാക്കിയതാണ് അവിയൽ, കൂട്ടുകറി, സാമ്പാർ, പുളിയിഞ്ചി, പിന്നെ തോരൻ. ഇതെല്ലാം ഞാൻ നമ്മൾ ബജറ്റ് ഓണസദ്യക്ക് വേണ്ടി റെഡിയാക്കിയത്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കണം. നമുക്ക് കൂട്ടുകറി റെഡിയാക്കുന്നത് നോക്കാം. ഒരു മീഡിയം സൈസ് പച്ചപ്പഴം, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, സോക്ക് ചെയ്ത് വെച്ച കടലയാണ്. അത് നമുക്ക് കുക്കറിലോട്ടൊക്കെ മാറ്റുന്നുണ്ട്. ഒന്ന് വേവിച്ചെടുക്കാം. ഒരല്പം വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ വേവിച്ചെടുത്തിട്ടുള്ള കടലയാണിത്. അതിലേക്ക് മീഡിയം സൈസുള്ള ഗ്രീൻ ബനാനയും അതുപോലെ ചില്ലി പൗഡർ 1/4 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ എല്ലാം ഇട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കാം. ഒരു വിസിലാകുമ്പോഴത്തേക്ക് ഓഫാക്കാം. ഇനി അതിന് വേണ്ടിയിട്ട് ഒരു അരപ്പ് തയ്യാറാക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ കോക്കനട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മുഴുവനായിട്ടുള്ള ബ്ലാക്ക് പെപ്പർ, പിന്നെ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ കുമിൻ സീഡ്സ് ഇട്ട് വന്നിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അരിഞ്ഞ് പേസ്റ്റ് ആയത് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. നമ്മൾ കടലയും ബനാനയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരച്ച കോക്കനട്ടിൻ്റെ മിക്സും കൂടി ഇട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. എല്ലാം ഒന്ന് നന്നായി ഉടച്ചെടുക്കണം. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ട് ഒന്ന് വറവിടാം. 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ഒരു 3-4 പീസ് വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് ഗോൾഡൻ കളർ ആയി കഴിഞ്ഞാൽ ഈ കൂട്ടുകറിയിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കൂട്ടുകറി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി സാമ്പാർ തയ്യാറാക്കാം. അതിനു വേണ്ട സാധനങ്ങൾ: 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡർ, 1/2 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ, 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ, 1 ടീസ്പൂൺ ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ ക്യുമിൻ സീഡ്സ് പൗഡർ, മുരിങ്ങക്കായ, ക്യാരറ്റ്, പൊട്ടാറ്റോ, വെണ്ടക്ക, വഴുതിനിങ്ങ, ഓണിയൻ, ചില്ലി, ഗാർലിക്. ഇതെല്ലാം ഞാൻ വെജിറ്റബിൾ ആയി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഇങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് സാമ്പാർ പരിപ്പും മസൂർ ദാലും കൂടി മിക്സ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇത് വേവുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത നമ്മൾ സാമ്പാർ പൗഡറൊക്കെ ഒന്ന് വറുത്ത് എടുക്കണം. ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെടുത്ത വെജിറ്റബിളിൽ വെണ്ടയ്ക്കയും വഴുതനങ്ങയും ടൊമാറ്റോയും കൂടി നമുക്കിതൊന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് ഈ നെയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ സാമ്പാറിന് വേണ്ടി എടുത്ത പൗഡറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ റോ ടേസ്റ്റ് ഒന്ന് മാറിയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് വറുത്തെടുത്താൽ മതി. അതിനുശേഷം നമ്മൾ സാമ്പാറിൻ്റെ പരിപ്പ് കുക്കായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച വെജിറ്റബിൾ എല്ലാം ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത മസാലയും വെജിറ്റബിൾ കൂടി ഇട്ട് കൊടുത്ത് ഒരല്പം പുളിവെള്ളം ഒഴിച്ചെടുത്തതിന് ശേഷം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒഴിച്ച് ഒന്ന് കുക്കറിൽ ഒരു വിസിൽ ആകുന്നവരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്.
ഇനി അടുത്തതായി നമ്മൾ തയ്യാറാക്കുന്നത് അവിയലാണ്. അവിയലിന് വേണ്ടി ക്യാരറ്റ്, പൊട്ടാറ്റോ, ഒരു ഗ്രീൻ ബനാന, കുറച്ച് ബീൻസ്, ചെറിയ കഷ്ണം ഒണിയൻ, ജിഞ്ചർ, ബ്രിഞ്ചാൾ എല്ലാമാണ് അവിയലിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരല്പം ഉപ്പിട്ടതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ, ചെറിയ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒരല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലൊന്ന് അടച്ചു വെക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു അരപ്പ് തയ്യാറാക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചില്ലി, ഒരല്പം കറിവേപ്പില, കുറച്ച് കുമൻ സീഡ്സ് ഇട്ട് ഒന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ അവിയലിനുള്ള വെജിറ്റബിളൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരപ്പം കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞളും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ അവിയൽ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 2 സ്പൂണ് തൈരും കൂടി ഇട്ടൊന്ന് അടച്ച് വെക്കാം. അതിൻ്റെ ചൂട് ഒന്ന് തണിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മൾ അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായി തയ്യാറാക്കുന്നത് ഇഞ്ചിപ്പുളിയാണ്. ഒരു പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ജിഞ്ചർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ഗോൾഡൻ കളർ ആകുന്നവരെ ഒന്ന് വറുത്തിട്ട് കോരണം. അത് വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമുക്ക് ചില്ലിയും കൂടി വറുത്ത് കോരാം. അതേ ഓയിലിൽ തന്നെയാണ് ചില്ലി ഇട്ട് കൊടുത്തത്. അതും കൂടി ഒന്ന് വറുത്ത് കോരുന്നുണ്ട്. ഇനി ഈ പാനിൽ തന്നെ ആ ചൂടായ ഓയിലിലേക്ക് ഒരല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയ ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. വറുത്ത് കോരി വെച്ച ഇഞ്ചിയും ചില്ലിയും കൂടി നമ്മൾ ഇട്ട് കൊടുത്തൊന്ന് എല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നല്ല കട്ടിയുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ് പുളിവെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ ടർമറിക് പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ പീസ് ശർക്കരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടി നന്നായി കുറുകി വരുന്നത് വരെ നമുക്ക് ഒന്ന് നല്ല ഫ്ലെയിമിൽ ഒന്ന് വെക്കാം. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലായിട്ട് അങ്ങനെ കുറുകി വരുന്നത് വരെ നന്നായി നമുക്കതൊന്ന് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കാം. നമ്മൾ ഇഞ്ചിപ്പുളി റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായി നമുക്കൊരു തോരൻ റെഡിയാക്കി എടുക്കാം. ഒരു ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് കടുക് പൊട്ടിയ ശേഷം നമുക്ക് ഒരു ചെറിയ കഷ്ണം ഒണിയൻ, ഒരു ചില്ലി, കുറച്ച് കറിവേപ്പില, ഒരു 2 അല്ലി ഗാർലിക്കും ചതച്ച്, ഒരല്പം കോക്കനട്ട്, കുറച്ച് ടർമറിക് പൗഡറും ആവശ്യമുള്ള സോൾട്ട് ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചതായിരുന്നു. അത് ലാസ്റ്റത്തെ ഐറ്റംസും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ തോരനും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബജറ്റ് ഓണസദ്യ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഓണസദ്യയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അതുപോലെ ഈ സബ്സ്ക്രൈബ് ചെയ്യുന്ന അടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം. അതുകൂടി ഇനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.